ഹായ് റോയൽ കസിൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ട് മക്രോണിയാണ് നമ്മുടെ മെയിൻ ആയിട്ട്. അതിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് ഇതാ: ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു മാഗി ക്യൂബ്, കുറച്ച് മല്ലിച്ചപ്പ്, കുറച്ച് കറിവേപ്പില, പിന്നെ നമ്മൾ എടുത്തിട്ടുള്ള ഉള്ളി, തക്കാളി, പച്ചമുളക്, 4 കോഴിമുട്ട എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. മസാലകളായിട്ട് നമുക്ക് ആവശ്യമുള്ള കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് ചിക്കൻ മസാല, അല്പം ഉപ്പ്. അപ്പോൾ പെപ്പർ നമ്മൾ സ്കിപ്പ് ചെയ്തിട്ട് നമ്മളെ കയ്യിലില്ലായിരുന്നു, അതുകൊണ്ട് നമ്മൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വേവിച്ച മക്രോണി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളി, തക്കാളി, പച്ചമുളകെല്ലാം അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചൂടാക്കിയ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ നല്ല പച്ചമണമൊക്കെ മാറി നന്നായി കുക്കായി വരുമ്പോൾ നമുക്കതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി, പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് വരണ്ട് വന്നതിന് ശേഷം നമുക്കതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ച പച്ചമുളക് കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് പൊടികൾ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഞങ്ങൾ മക്രോണി കൂടുതലായിട്ട് ക്വാണ്ടിറ്റി എടുത്തിട്ടുണ്ടായിരുന്നു. ആ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചാണ് ഞങ്ങൾ മസാലകൾ ചേർത്തിട്ടുള്ളത്. കുറച്ച് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ചിക്കൻ മസാല ആഡ് ചെയ്തിട്ട് നന്നായിട്ട് അതിൻ്റെ നല്ല കുത്തും മണമൊക്കെ മാറിയിട്ട് നല്ല റെഡിഷ് കളറായിട്ട് വരുന്നത് വരെ നല്ലോണം ഇളക്കി മാറ്റി വെക്കാം. അതിലേക്ക് നമുക്ക് 4 കോഴിമുട്ട പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട്. മുട്ട ഒഴിച്ചതിന് ശേഷം നല്ല രീതിയിൽ തന്നെ ഈ മിക്സുമായിട്ട് നല്ലോണം ഇളക്കിയെടുക്കുക, ചിക്കിയെടുക്കുക. ഈ ചിക്കിയതിലേക്ക് നമുക്കൊരു മാഗി ക്യൂബ് കൂടി ആഡ് ചെയ്യാം. മാഗി ക്യൂബ് കൂടി ആഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തതിലേക്ക് നമുക്ക് അവസാനമായിട്ടുള്ള മക്രോണി ആഡ് ചെയ്യാം. ഈ മക്രോണിയിൽ തന്നെ നല്ല രീതിയിൽ തന്നെ എല്ലാ ഭാഗത്തും എരിവും പുളിയും ഉപ്പൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ 1-2 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക. അടിപൊളിയായിട്ട് കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്ത് മാറ്റാം. നമ്മുടെ മക്രോണി ഇതാ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്നപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടത്തിൽ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത്. ടാറ്റ, ബൈ ബൈ, സീ യു. Audio Journal.